യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് കാണുന്നുണ്ടല്ലേ. അപ്പം ഞാനും ഇങ്ങനെ റെഗുലറായി വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം ഞാനൊരു ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലൈഫിലൊരു ലോസ് ഉണ്ടായതും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും കേൾക്കാനുണ്ടായി. ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു അത്. എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അപ്പം ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് 2 പെൺകുട്ടികളാണ്, എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പം ഞാൻ എപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ ആയിരിക്കണം പെൺകുട്ടികളായി വളർന്നു വരേണ്ടതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ലോസ് കേട്ടപ്പം എനിക്ക് തോന്നി നിങ്ങളോട് ഓരോരുത്തരോട് എനിക്ക് സംസാരിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ ഇപ്പം എന്താ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നീ ഇപ്പം എന്താണ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? ഈ ഒരു സ്പോട്ടിൽ ഒരുപാട് തകർച്ചകൾ ഉണ്ടാവാൻ ലൈഫിൽ. നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാം പോയി ഈ ഒരു നിമിഷം ഞാൻ ഫുൾ ഓഫ് ബ്ലാങ്ക് ആണ്, ഞാൻ ഡാർക്കാണ് നമുക്ക് ഫീൽ ചെയ്തിട്ട് ആ നിമിഷം നീ എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്? നീ എന്ത് ചെയ്യാനാണ് പോകാൻ പോണത്? ഞാൻ പലപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാട്ടോ ഞാനിപ്പോൾ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ലൈഫ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്, നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യമാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്. ആ ലൈഫിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. നമുക്ക് ജീവൻ നമുക്ക് തന്നത് നമ്മൾ സ്വയം വിചാരിച്ചിരിക്കും ജീവൻ ഉണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ടായതല്ല. അത് ആ ഒരു പ്രോസസ്സിങ്ങിൽ ഉണ്ടായതാണ്. അത് ദൈവം തന്നതാണെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി തന്നതാണെന്ന് വിചാരിക്കാം. അതിനൊരു എൻഡ് ഓഫ് ദ ഡേ ഉണ്ട്. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ദിവസമല്ല, അത് ഒന്നിക്ക് ദൈവം ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് ജേർണി അങ്ങനെയാണ്. ലൈഫിൽ ആരാണ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് ജീവിതം തീർത്തിട്ടുള്ളത്? ആരാണ് എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ലൈഫിൽ നീ ഇപ്പം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നു, ഒരു പക്ഷേ എനിക്കറിയാം നീ നിൽക്കുന്ന മാനസികാവസ്ഥ അത് എനിക്കോ മറ്റുള്ളവർക്കോ മനസ്സിലാവില്ല. നീ ഒരു അറ്റംപ്റ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നിലെ ഉള്ളിലുണ്ടാക്കിയ വേദന അതികഠിനമായിരിക്കാം. അതൊരിക്കലും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കാം. ഒരു പക്ഷേ ഒരു നിമിഷത്തെ വേദന സഹിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ നീ അനുഭവിച്ച പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റാതെ നീ എടുത്തിട്ടുള്ളൊരു റിസൾട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കാം അത്. പക്ഷെ ആ ഒരു കാര്യം നീ എടുത്തതിൻ്റെ പേരിൽ നിനക്ക് എന്താണ് കിട്ടാൻ പോണത് ഈ ലോകത്ത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോട്. കാരണം നമ്മുടെ ലൈഫിൽ ചിലപ്പം എക്സാം നമ്മൾ ഫെയിൽ ആയതായിരിക്കാം, അല്ലേ? നമ്മൾ ഒരുപാട് പ്രാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഫെയിലായി. ഒരു ജോബ് നമുക്ക് കിട്ടുന്നില്ല, വീട്ടിലും നാട്ടിലും എല്ലാവരുടെയും ചോദ്യമായി. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രതിസന്ധിയിൽ, ഫാമിലിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ലവ് എന്ന് പറയുന്നത് ഫെയിലിയർ ആവാം, എന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷേ ഇതാണ് നമ്മുടെ ലൈഫിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരാൾ നമ്മൾ പ്രണയിച്ചു, ശരിയാണ്, നമ്മൾ ഹൃദയം തുറന്ന് പ്രണയിച്ചവരാണ്. ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ട ഒരാളെ മറന്ന് വേറൊരാളിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അതാണോ ലൈഫ്? നമ്മുടെ മുന്നിലേക്ക് ഇനിയും ദിവസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്. വേറൊരാൾ കടന്നു വരാലോ, നമ്മളുടെ സോൾമേറ്റായി, നമ്മൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരാൾ കടന്നു വരാലോ. ഒരു ജോലി, അത് ആ ഒരു ജോലി മാത്രമാണ് നമ്മുടെ ജോലി. നമുക്കിനി ജോലി കിട്ടില്ലേ? ആത്മാഭിമാനക്കുറവാണ് എല്ലാവർക്കും, അല്ലേ? ജോലി പോയി നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യും? എന്നാൽ ഓക്കെ, ഞാനങ്ങ് പോയി കളയാം. അങ്ങനെയല്ലേ നീ ഓരോരുത്തരും ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നഷ്ടങ്ങൾ നിങ്ങൾക്ക് ആ ഒരു നിമിഷത്തേക്ക് എല്ലാം അങ്ങ് പോയി. എല്ലാ സ്വപ്നങ്ങളും തീർന്നു, എല്ലാ സങ്കടങ്ങളും തീർന്നു, എല്ലാ സന്തോഷങ്ങളും തീർന്നു. ശരിക്കും ഒരു സങ്കടത്തിൻ്റെ വക്കിലാണ് അത് ചെയ്യുക. അപ്പം എൻ്റെ സങ്കടം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുമോ? അല്ല, ലൈഫിൽ ഇനി വരാനിരിക്കുന്ന സന്തോഷങ്ങളും നേടാനിരിക്കുന്ന നേട്ടങ്ങളും അതേപോലെ കഴിഞ്ഞുപോയ സന്തോഷങ്ങളും ആരെങ്കിലൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ചിലപ്പോൾ ഭാര്യമാരുണ്ടാവാം, മക്കളുണ്ടാവാം, ഒന്നുമില്ലെങ്കിൽ പാരൻസ് ഉണ്ടാവാം. ഇവരൊക്കെ ഇവരൊക്കെ ഒരുപാട് വലിയൊരു വേദനയിലേക്ക് ഇട്ടേച്ചിട്ടാണ് പോണത്. ഇത് ചിന്തിക്കാറുണ്ടോ? പലപ്പോഴും പലരും ഈ ഒരു അറ്റംപ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നീ ഓരോരുത്തരും ഇത് ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഈ ഒരു അറ്റംപ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ കാര്യം മാത്രം ഭയങ്കര സെൽഫിഷല്ലേ നമ്മൾ? ഈ പറയുന്ന ജോലി ആയിക്കോട്ടെ, നമ്മൾക്ക് ഇനിയും എക്സാമുകൾ വരാം. 1 വട്ടമല്ല സപ്ലൈ, 2 വട്ടമല്ല സപ്ലൈ, നമുക്ക് എഴുതാം. അല്ല, ഇത് നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പഠനമല്ല. അടുത്ത് വേറെ എത്ര പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമ്മുടെ ലോകത്തിലുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എനിക്ക് വേണ്ട, ഞാനിവിടെ ഫെയിലായി, ഞാൻ ഫ്ലോപ്പാണ്, അട്ടർ ഫ്ലോപ്പാണ് എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മളിവിടെ തീർക്കുമ്പോൾ ഒന്ന് ഓർക്കുക, നമ്മളല്ലേ തോൽക്കുന്നത്? അവൻ തോറ്റു എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ പിന്നെയും തോറ്റു കൊടുക്കല്ലേ? അവൻ ലൈഫ് മൊത്തത്തിൽ തോറ്റു എന്ന് പറയിപ്പിക്കല്ലേ? അതാണോ വേണ്ടത്? നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഈ ലോകം നമ്മളെപ്പറ്റി ഒരുപാട് വാഴ്ത്തി പറഞ്ഞില്ലെങ്കിലും അവൻ ഈ ലോകത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടൊക്കെ ജീവിച്ചെങ്കിലും അവൻ നന്നായി ജീവിച്ചപ്പാ, അങ്ങനെയാ പോയത് എന്ന് പറയും. അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആൾക്കാർ നമ്മൾ ഓരോ കോഴ്സ് പറയും. അല്ല, ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു ക്രെഡിറ്റ് അല്ലേ? അല്ല, നമ്മൾ ഒന്നും ആവാതെ ഇതുപോലെ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടാന്ന് വെച്ച് നമ്മൾ പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്താണ് പറയുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവൻ പഠിക്കുന്നതിൽ തോറ്റു, പക്ഷെ എന്ത് പറയാനാ? പഠിക്കുന്ന തോറ്റാൽ എന്താ? ഒരു ജോലി പോയാൽ എന്താ? അവൻ ജീവിതത്തിൻ്റെ മുമ്പിൽ തോറ്റില്ലേ? ഇങ്ങനെയല്ലേ പറയാ?
ജീവിതം എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ ഒരു പ്രണയത്തിലോ അല്ലെങ്കിൽ ഒരു ജോബിലോ ഒന്നും നിൽക്കുന്ന ഒന്നല്ല. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റിയിൽ പല നഷ്ടങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരാം. നമുക്ക് സഹിക്കാൻ പറ്റില്ല ചില സമയത്ത്, നമുക്കതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചില സമയത്ത്. പക്ഷെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തീർക്കേണ്ട ഒന്നല്ല നമ്മുടെ ലൈഫ്. തീർക്കേണ്ട ഒന്നല്ല നമ്മുടെ ലൈഫ് ഒരിക്കലും. നമ്മളെ ലൈഫിനെ നമ്മൾ എപ്പോഴും സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മൾക്ക് നമ്മുടെ ഈ ജീവിതം വേണ്ടാന്ന് വെക്കുന്നത് ഒരു നിമിഷം കേട്ടോ. നിങ്ങളൊരു 5 മിനിറ്റും കൂടെ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് സഡൻലി നമ്മൾ ഇനി എന്ത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇനി എന്താണ് എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് വേണ്ടേ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ഹ്യൂമൻ ബീൻ അങ്ങനെയാണ്. ആ ഒരൊറ്റ മിനിറ്റിൽ നമ്മുടെ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നിമിഷം നമ്മൾക്ക് ഇനി എന്ത് ഓപ്പർച്യൂണിറ്റി എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുഖം നമ്മൾ ഓർത്തു തുടങ്ങും, അവരുമായിട്ടുള്ള നല്ല മൂമെൻറ്റ്സ് നമ്മൾ ഓർത്തു തുടങ്ങും. ആ ഒരു മിനിറ്റിനെ നമുക്ക് മറികടക്കാൻ പറ്റണം. നമ്മുടെ മൈൻഡിനെ നമ്മൾ എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാനും നിങ്ങളും എല്ലാവരും ഇതുപോലത്തെ സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാവും. നമുക്ക് ഈ ജീവിതം മതി എന്ന് തോന്നുന്നത്. പക്ഷെ ആ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ചുറ്റും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടാവാം, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ജോബ് പോയ സമയത്ത് ആ വ്യക്തികൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. അത് അവരെങ്ങനെ ജീവിക്കുന്നു ഓർത്തിട്ടുള്ള ഒരു തത്രപ്പാടിൽ പറഞ്ഞു പോയതായിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ അവരും അത് മറക്കും. അവരും നിങ്ങളുടെ കൂടെ തന്നെ ഓക്കെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്നുള്ള രീതിയിലാകും. എല്ലാവരുടെ ലൈഫും അങ്ങനെ ആടും. നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കേണ്ട അങ്ങനെയാണ്. ഇനിയൊരു നിമിഷം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഓർക്കുക ചുറ്റുമുള്ള ആൾക്കാരെ. ഒരിക്കലും അവർ വേദനിക്കുന്ന, അവർ നട്ടം തിരിയാനുള്ളൊരു അവസരം ഉണ്ടാക്കരുത്. പിന്നെ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഇങ്ങനെയാടോ. സക്സസ് ആയവർക്കും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഇങ്ങനെ ഒരു മൂമെൻറ്റ്. തീർന്നു, ഇനി തീർത്തളയും ലൈഫ് എന്നുള്ളത്. പക്ഷെ അവിടുന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ എത്ര നിമിഷങ്ങൾ നമുക്ക് ഓരോരുത്തർക്ക് തോന്നും കേട്ടോ. പക്ഷേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ, കാരണം ഭയം എന്നുള്ളത് നമ്മൾക്ക് ജീവിക്കാൻ, സത്യം പറഞ്ഞാൽ ജീവിക്കാനല്ല ഭയം വേണ്ടത്, നമ്മൾ മരിക്കാനാണ് ഭയക്കേണ്ടത്. മരണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും തോറ്റോടോ. പിന്നെ നമ്മൾ ഈ ലോകത്ത് നമ്മൾ അറിയപ്പെടുന്നത് അവൻ തോറ്റവനാ, അവനൊന്നിനും. ആ ഫാമിലിയിൽ ഇപ്പം മക്കൾക്കാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളോട് ആ കുട്ടീനെ വേണ്ട, അതിൻ്റെ അച്ഛനിങ്ങനെ ഇതാണ്, അപ്പം കുട്ടിക്കും ചിലപ്പോൾ അറ്റപ്റ്റ് ഉണ്ടാവും. പലപ്പോഴും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ വിചാരിക്കും അതെങ്ങനെയാണ്, എൻ്റെ മൈൻഡ് സെറ്റ് അല്ലല്ലോ വേറെ ഒരാളത്. അങ്ങനെ പലതും നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടത്, ഈ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കുക ഇതൊരു നിമിഷത്തേക്കുള്ള പെയിനാണോ. ആ പെയിനെ നമ്മൾ സഹിച്ച് മുന്നോട്ടേക്ക് കാലെടുത്ത് വെച്ചാൽ നമ്മുടെ മുമ്പിലേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കടന്നു വരും. അപ്പോൾ ഇതെനിക്ക് പറയണം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ടൊരു ലൈഫിൽ ഞാനിങ്ങനെ ഒന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റീസൺ, വലിയ റീസണൊന്നുമല്ല. ഇന്ന് നമ്മുടെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് വേദന സഹിച്ച് മരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അങ്ങ് തീരുമാനിച്ചാൽ പോരെ, ഞാനങ്ങ് പോട്ടെ, ഇനി എന്തായാലും എൻ്റെ മുമ്പിൽ ജീവിതമില്ല, അതവർക്കറിയാം. എന്നാൽ പോലും അവരത് സഫർ ചെയ്ത് എൻഡ് ഓഫ് ദ ഡേ അവർ നിൽക്കണില്ലേ. അതാണ് മനക്കെട്ടി, അതാണ് മനുഷ്യർ. അങ്ങനെ ആയിരിക്കണം മനുഷ്യന്മാർ. ഒരിക്കലും ആ ഒരു തെറ്റിലേക്ക് ചിന്തിച്ച് പോകാനേ പാടില്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ദൈവമായിട്ടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നീ എനിക്ക് ജന്മം തന്നില്ലേ, മരിക്കും വരെ ഞാൻ നിൽക്കുക എന്നുള്ളത് നമ്മൾ മൂപ്പർക്ക് കൊടുത്തുള്ള റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടേത്. നമ്മളത് നിന്നേ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ കണികളായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവർക്കും നമ്മൾ റെസ്പോൺസിബിളാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എനിക്ക് ഭയങ്കര ഹാർട്ടിൽ ടച്ച് ഫീൽ ചെയ്തുകൊണ്ട് എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. തീർച്ചയായിട്ടും ആരുടെ ലൈഫിലും നമ്മളെപ്പോഴും ലൈഫിൽ കുറച്ചെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം കേട്ടോ. അത് നമ്മളെ ലൈഫിൽ ഭയങ്കരമായിട്ട് കാമാക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഉണ്ടാവണമെന്ന് ഞാനും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും എല്ലാവരും നമ്മൾ ഓർക്കുകയും ചെയ്യുക.